തൃശൂര് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തില് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായാണ് മൊഴിയെടുത്തത്. പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന സംബന്ധിച്ചാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. തൃശൂര് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതില് DGP H വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണ് ബാക്കിയുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ്. തിരുവനന്തപുരം CT പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിലെത്തിയത് അടക്കം ഉദ്യോഗസ്ഥരെ ചോദിച്ചറിഞ്ഞു. പത്തനംതിട്ട കോന്നി പയ്യങ്ങാമണ്ണിൽ പാറമടയിലുണ്ടായ അപകടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. 2 അതിഥി തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തമുണ്ടായ ക്വാറിയടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം. മഹാരാഷ്ട്രയിലെ ഭാര്യയും കാമുകനും ചേർന്ന് കിടപ്പു രോഗിയായ 38-കാരനെ കൊലപ്പെടുത്തി. തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവിക മരണമെന്ന് വരുത്തിത്തീർക്കാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത്. ചന്ദ്രാസന എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലില് ദിശ കുറ്റം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 15 വർഷത്തിനിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നെന്ന് കർണാടക മംഗളൂരുവിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് സംഭവം എന്ന് മംഗളൂരു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പരാതിയിൽ പറയുന്നു. ക്ഷേത്രം സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നാണ് പരാതിക്കാരൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോ കൈമാറിയതായും വിവരമുണ്ട്. മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തി. ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് സൂചന നൽകുന്ന പാടുകളാണ് കണ്ടെത്തിയത്. കോടതിയുടെ അനുമതിയോടെ പോലീസ് കേസെടുത്തു. സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സമൂഹമാധ്യമങ്ങളിലൂടെ തുടർച്ചയായി തന്നെ സാന്ദ്ര അപമാനിച്ചതിനാണ് കേസ് നൽകിയിരിക്കുന്നത്. 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നൽകിയിരിക്കുന്നത്. മലയാള സിനിമയെ നശിപ്പിക്കുന്നു, മലയാള സിനിമയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങൾക്കെതിരെയാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരാമർശങ്ങൾക്കെതിരെ നേരത്തെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകിയിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റു പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്ന ആളാണെന്നും മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താൽപര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിനു പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണെന്നും ആരോപിക്കുന്ന ചില കുറിപ്പുകൾ സാന്ദ്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണത്തില്. ടൂറിസം വകുപ്പിന്റെ വിവരാവകാശ മറുപടി പുറത്ത്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ട്. ടൂറിസം വകുപ്പ് പണം നൽകിയാണ് ഇവരെ എത്തിച്ചത്. യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പ്. ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെടുത്തി 41 പേരെ എത്തിച്ചതില് ജ്യോതി മൽഹോത്രയും. എന്നാൽ സർക്കാർ അതിഥി ആയിരുന്നില്ല ഇവര്. പിൻഗാമിയെ നിശ്ചയിക്കാൻ ദലൈലാമയെ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ചൈന. പിൻഗാമിയെ തീരുമാനിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ലെന്നും 700 വർഷത്തെ പാരമ്പര്യത്തെ വ്യക്തിപരമാക്കാനാവില്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സോ ഫേ ഹോങ് വ്യക്തമാക്കി. 14ാം ദലൈലാമയും ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പുനർജന്മം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദലൈലാമയിലല്ല. പുനർജന്മ സമ്പ്രദായം തുടരണമോ നിർത്തലാക്കണമോ എന്നതും ദലൈലാമയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും ചൈനീസ് അംബാസഡർ വ്യക്തമാക്കി. 130 വയസ്സുവരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുശേഷമാവും പിന്തുടർച്ചാവകാശിയെ പ്രഖ്യാപിക്കുകയെന്നും ദലൈലാമ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചൈനീസ് നിയമങ്ങൾക്ക് വിധേയനായിട്ടായിരിക്കും പിൻഗാമി നിയമിക്കപ്പെടുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. 25 വർഷത്തെ സേവനങ്ങൾക്കാണ് അവസാനമാകുന്നത്. 2000 ജൂണിലാണ് കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പാകിസ്ഥാനിലെ മൈക്രോസോഫ്റ്റ് സ്ഥാപക മേധാവിയായ ജവാദ് റഹ്മാൻ തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഒരു യുഗത്തിന്റെ അവസാനം, മൈക്രോസോഫ്റ്റ് പാകിസ്ഥാൻ എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. പാകിസ്ഥാനിൽ മൈക്രോസോഫ്റ്റിന്റെ സേവനം നിലനിർത്തുന്നതിനായി കമ്പനിയുടെ ആഗോള പ്രാദേശിക നേതൃത്വവുമായി ചർച്ച ചെയ്യണമെന്ന് IT മന്ത്രിയോടും പാകിസ്ഥാൻ സർക്കാരിനോടും അഭ്യർത്ഥിച്ചതായും റഹ്മാൻ വ്യക്തമാക്കി. മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല.
നിലവിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദുരന്തർ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടീസറാണ്. രൺവീർ സിംഗ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ആൻ മരിയ കലിപ്പിലാണ്. ദൈവതിരുമകൾ, പൊന്നിയൻ സെൽവൻ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ സാറ അർജുനാണ്. ടീസർ വൻ സ്വീകാര്യത നേടിയതിനൊപ്പം തന്നെ നായികയുടെയും നായകന്റെയും പ്രായം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളും എക്സ് പ്ലാറ്റ്ഫോമിൽ നിറയുകയാണ്. സാറ അർജുന് പ്രായം 20ആണ്, രൺവീർ സിംഗിന് 40. ഇക്കാര്യമാണ് ചിലർ വിമർശനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 40-കാരന്റെ റൊമാൻസ് 20-കാരിയോട് നാണമില്ലേ രൺവീറെ എന്നാണ് ഒരാൾ കമന്റിൽ കുറിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ നായികമാർക്ക് ഇത്രയും ദാരിദ്ര്യമോ എന്നും ഇത്രയും പ്രായം കുറഞ്ഞ ആളെയാണോ രൺവീറിന് നായികയായി കൊടുക്കുന്നതെന്നും വിമർശനമുണ്ട്. ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ പോക്കിതെങ്ങോട്ട് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി CBI. സൈബർ കുറ്റകൃത്യം വഴി ശേഖരിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് 743 ബാങ്ക് ശാഖകളിൽ പ്രതികൾ അക്കൗണ്ട് തുടങ്ങിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 10 പേരെ CBI അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ഞാവൽ പഴമിട്ട് വാറ്റിയ മദ്യവുമായി ഒരാൾ പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി രമേശാണ് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. 5 ലിറ്റർ ചാരായം പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തില് സഞ്ജുവിന് പിന്നാലെ സഹോദരന് സാലി സാംസണെയും ടീമിലെത്തിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KCL പ്രഥമ സീസണിലും സാലി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. 3-4 മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത്. കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരെയാകുന്നത് ആലോചനയിലാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക. ഇത് നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും. അങ്കമാലി, ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ എറണാകുളം പാത 3 വരെയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും. കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ IT ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു.